ഹലോ. അപ്പൊ നമ്മൾ ഇന്നൊരു കുർത്തി തയ്ക്കാൻ പോവാണ്. സ്ലിറ്റഡ് കുർത്തി, കോളർ നെക്ക് വന്നിട്ടുള്ളതാണ്. വി നെക്ക് വന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ അതിന്റെ സ്റ്റിച്ചിങ് വേണമെന്ന് ഒരുപാട് പേര് നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്ത ഒരു നെക്കാണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പം നമ്മൾ നോർമലി ഇത് കട്ട് ചെയ്യുമ്പോൾ 4 മടക്കിയിട്ടായിരിക്കും കേട്ടോ കട്ട് ചെയ്യുന്നത് തുണി. അപ്പൊ ഇതിലിങ്ങനെ തുണിയുടെ ഡയറക്ഷൻ ഉണ്ട്. അതായത് പൂവ് ഇങ്ങനെ നേരെ വരുന്ന രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ഇട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. അതായത് പൂവിന്റെ ഡയറക്ഷൻ നോക്കിയിട്ട് സെപ്പറേറ്റ് ഫ്രണ്ടിന്റെ പോർഷനിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും, ബാക്കിന്റെ പോർഷനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഒന്നിച്ചിട്ടിട്ട് നമ്മൾ പിന്നെ കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് മാത്രമാണ്, പൂവിന്റെ ഡയറക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ അല്ലാത്ത പക്ഷം നമ്മൾ നോർമലി എപ്പോഴും കട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, 4 മടക്കിയിട്ട് കട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് ആദ്യം നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷൻ കട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വീതി എടുത്തേക്കുന്നത് ഒരു 13 ഇഞ്ച് വീതി മതി കേട്ടോ. ഒരു 13.5 ഇഞ്ച് ഉണ്ട്. അത് 13.5 ഇഞ്ച് ഞാനത് ഇട്ടെന്നേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിന് തുണിയിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 13.5 ഇഞ്ച് വീതി എന്ന് പറയുമ്പോൾ ഒരു മീഡിയം അല്ലെങ്കിൽ ഓക്കെ, ഒരു മീഡിയം വരെയുള്ള ആൾക്കാർക്ക് ഈ ഒരു വീതി എടുത്താൽ മതി കേട്ടോ. 13.5 ഇഞ്ച് വീതി, അത് ഈ 13.5 ഇഞ്ച് വീതി എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് അത് സ്ലിറ്റിന്റെ ആ ഒരു വീതിയില്ലേ, അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വീതി വേണ്ടത്. ആ ഒരു ഏരിയയുടെ വീതി ഉദ്ദേശിച്ചാണ് 13.5 ഞാൻ വീതിയായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ 2 മടക്കിയിട്ടതിന് ശേഷം 13.5 ഇഞ്ച് വീതിയിൽ ലെങ്ത് ഞാൻ എടുക്കുന്നത്, എനിക്ക് 44 ഇഞ്ചസ് ആണ് ലെങ്ത് എടുക്കുന്നത്. അത് എൻ്റെ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ എടുത്ത ലെങ്ത് ആണ് 44 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തോരം ലെങ്ത് ആണോ വേണ്ടത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ 2 ഇഞ്ച് എക്സ്ട്രാ ഞാനൊരു സീം അലവൻസിന്, മേളിലത്തെ സീം അലവൻസും അതായത് ആ ഷോൾഡറിന്റെ പോർഷനിലെ സീം അലവൻസും താഴത്തെ സീം അലവൻസും എല്ലാം കൂടെ കൂട്ടി ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഞാൻ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടെ കൂട്ടി ഒരു 46 ഇഞ്ചസ് നമ്മൾ ഫ്രണ്ട് പോർഷന് വേണ്ടി ഫസ്റ്റ് തന്നെ കട്ട് ചെയ്തെടുക്കുവാണ്. നമുക്ക് ഈ ബാലൻസ് കിട്ടുന്ന പീസിന് നമുക്ക് ആവശ്യമുണ്ട്, കാരണം നമുക്ക് പാന്റ് സ്റ്റിച്ച് ചെയ്യണം ഇതുകൊണ്ട്. അപ്പൊ ഇത് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്, ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്റെ അളവുകളാണ് കേട്ടോ. എന്റെ ഷോൾഡർ 14 ആണ്, ആം ഹോള് 13.5 ആണ്, ബസ്റ്റ് റൗണ്ട് 30.5 ആണ്, വേസ്റ്റ് റൗണ്ട് 26 ആണ്, സ്ലിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 17.5, സ്ലിറ്റ് വിഡ്ത്ത് 31, സ്ലീവ് ലെങ്ത് എനിക്ക് 9.5 വേണം. ആ സ്ലീവ് 9.5 വരുന്നിടത്ത റൗണ്ടാണ് 8.5. ഈ എഴുതി വെച്ചേക്കുന്ന ടേംസ് ഒന്നും കറക്റ്റ് ഒന്നുമല്ല, ഞങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. ഓക്കെ,
ഇത് സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. സ്റ്റിച്ചിങ് അറിയുന്നവർ വന്ന് സംശയമൊന്നും ചോദിച്ചേക്കല്ലേ. ഇങ്ങനെയല്ലല്ലോ, അങ്ങനെയാണല്ലോ. സത്യത്തിൽ എനിക്കറിയത്തില്ല, ഇതൊക്കെ എൻ്റെതായ രീതികളാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് കോളർ നെക്കാണ് നമ്മൾ ചെയ്യുന്നത്. കോളർ നെക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഷോൾഡർ 14 ആണുള്ളത്. ആ 14ൻ്റെ കംപ്ലീറ്റ് 14 നമ്മൾ എടുക്കണം. അപ്പോൾ 14 ഡിവൈഡഡ് ബൈ 2 കൊടുക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 7. അപ്പോൾ നമ്മൾ ആ 7ൽ കുറയ്ക്കൊന്നും വേണ്ട, 7 ഫുൾ 7 നമ്മളെടുത്ത് ഇവിടെ മാർക്ക് ചെയ്യണം. ഇനി പക്ഷേ നമ്മൾ കോളർ നെക്ക് അല്ലാത്ത ബാക്കിയുള്ള നെക്കുകളുണ്ടല്ലോ, അതായത് ഈ റൗണ്ട് നെക്ക്, സ്ക്വയർ നെക്ക്, നമ്മൾ കുഴിഞ്ഞു വരുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഷോൾഡറിന്റെ വിഡ്ത്ത് കുറച്ചെടുക്കും കേട്ടോ. അത് നമുക്ക് വരുന്ന വീഡിയോയിൽ, വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഇതിന്റെ മാത്രം മെഷർമെന്റ് നോക്കി പഠിക്കാം. അപ്പോൾ എൻ്റെ ഷോൾഡർ 14 ആണ്. 14നെ ഡിവൈഡഡ് ബൈ 2 കൊടുക്കുമ്പോൾ 7. ആ 7 തന്നെ കറക്റ്റ് നമ്മൾ ഇവിടെ എടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 7 നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള സീം അലവൻസ് ആട്ടോ നമ്മൾ ഇട്ടേക്കുന്നത്. ഒരു 1/2 ഇഞ്ച് കാണുന്നത് കണ്ടോ, ഒരു 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് മറ്റേ ഷോൾഡർ ജോയിനിങ്ങിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഷോൾഡർ മാർക്ക് ചെയ്തു, 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ നെക്കിൻ്റെ ആ ഒരു വിഡ്ത്ത് ഞാൻ കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സൈസ് കുറവായിട്ടുള്ള ആളാണ്, ചെറിയ ആളാണ് ഞാൻ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ 3 ഇഞ്ച് കൊടുക്കുന്നത്. ഒരു മീഡിയം മുതൽ വരുന്നവരൊരു 3.5 കൊടുക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. ഞാൻ ചെറുതായതുകൊണ്ട് ഞാൻ എൻ്റെ സ്മോൾ സൈസാണ്. സ്മോൾ സൈസ് ആയതുകൊണ്ടാണ് ഞാൻ 3 ഇഞ്ച് വിഡ്ത്ത് ഇവിടെ കൊടുക്കുന്നത്. 3 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. ഷോൾഡർ സ്ലോപ്പ് കോളർ നെക്കിലും അങ്ങനെ കയറി വരുന്ന ഏത് ക്ലോസ് കോളർ ആണെങ്കിലും നമ്മൾ ഷോൾഡർ സ്ലോപ്പ് മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം, ഇല്ലെങ്കിൽ അതൊരു വൃത്തികേടായിരിക്കും. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് ആദ്യമേ തന്നെ ഇവിടുന്ന് ഇറക്കി മാർക്ക് ചെയ്തത് ഓർക്കുന്നില്ലേ? അപ്പം നമ്മൾ ഈ 1/2 ഇഞ്ചിലേക്ക് ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന പോയിന്റിൽ നിന്ന് ഈ 1/2 ഇഞ്ച് നമ്മൾ കുറച്ച് മാർക്ക് ചെയ്തേക്കുന്നതിലേക്ക് ഒരു സ്ലോപ്പ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കോളർ നെക്കിന്. ഇനി നമ്മൾ ആം ഹോളാണ് ചെയ്യാൻ പോകുന്നത്. ആം ഹോള് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇനി എങ്ങനെ മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വേണം ഇനി മാർക്ക് ചെയ്യാനായിട്ട്. കാരണം ഇത് നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന പോർഷൻ ആണല്ലോ. അപ്പോൾ ഇത് നമ്മൾ കൂട്ടരുത്, ഇത് കുറച്ച് വെച്ച് ഇവിടെ മുതലാണ് നമ്മൾ ഇനി ആം ഹോള്. എൻ്റെ 6.5 ആണ് ഞാൻ നോർമലി എടുക്കുന്നത്. അത് കറക്റ്റ് ആണോ എന്ന് നമുക്കിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവേ. കാരണം ആം ഹോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ചിലർക്കൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ആം ഹോള് മാർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെ, ഞാൻ 6.5 നോർമലി എടുക്കുന്നത്. അതെനിക്ക് കാണാപ്പാടെ അറിയാം, അതുകൊണ്ട് ഞാൻ 6.5 മാർക്ക് ചെയ്തതാണ്. ഇനി ഇതെങ്ങനെയാണ്, ഇത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്തും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ 6.5 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ബസ്റ്റ് റൗണ്ട് എത്രയാ? എൻ്റെ ബസ്റ്റ് റൗണ്ട് നമുക്ക് 30.5 ആണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഈ 30.5നെ നമ്മൾ ഡിവൈഡ് ചെയ്യണം കേട്ടോ. 30.5 ഡിവൈഡഡ് ബൈ 4 എന്തിനാണ് നമ്മൾ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് 4 ആയിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. 4 ആയിട്ട് മടക്കിയിട്ടേക്കുന്നത് കൊണ്ട് നമ്മൾ ഡിവൈഡഡ് ബൈ 4 കൊടുക്കണം. അതപ്പോൾ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവേ. ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ ഇപ്പോൾ 13.5 വരുന്ന ഏത് കേസിലാണെങ്കിലും ഞാൻ അത് റൗണ്ട് ചെയ്ത് 31 ആക്കി എടുക്കും. അതാണ് നമുക്ക് മെഷർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പം തരുന്നത്. അപ്പോൾ അതുകൊണ്ട് 31 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ അത് 7.25 വന്നേക്കുന്നത്. 7.25 നമുക്ക് കറക്റ്റ് ഇവിടുത്തെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. 7.25ന്റെ കൂടെ ഒരു 1/4 ഇഞ്ചും കൂടെ ഒരു ലൂസ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ എന്നാലേ നമുക്കൊരു ഒരു ഈസിനെസ് ഉണ്ടാവുള്ളൂ അവിടെ. ഇല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിരിക്കും ഈ പറയുന്ന മെഷർമെന്റ്, നമ്മുടെ ബോഡി മെഷർമെന്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 7.25 എന്നുള്ളത് നമ്മൾ 8 ഇഞ്ചായിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് 8 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് നമ്മൾ ഒരു ലൂസ് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 8 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് എൽ ഷേപ്പിൽ ഇവിടെ വരച്ചു കൊടുക്കാവേ. നമ്മൾ 6.5 മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ എൽ ഷേപ്പ് വരക്കുവാണ്. ഇനിയാണ് നമ്മൾ സീം അലവൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 8 ഇഞ്ച് നമ്മൾ നമ്മുടെ കറക്റ്റ് ഷേപ്പ് മെഷർമെന്റ് ആണ് ആഡ് ചെയ്ത് കൊടുത്തേക്കണം. അതിൻ്റെ കൂടെ നമ്മൾ സീം അലവൻസ് ഞാൻ എപ്പോഴും 2 ഇഞ്ച് നമ്മൾ കൊടുക്കാറുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇഞ്ചെങ്കിലും മാർക്ക് ചെയ്തില്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻ കേസ് ടൈറ്റ് ആവുമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് ഈ 2 ഇഞ്ചിൽ നമുക്ക് കിട്ടും. സാധാരണ ചിലരൊക്കെ 1 ഇഞ്ചും 1.5 ഇഞ്ചും ഒക്കെ കൊടുക്കാറുള്ളൂ. ഞാനൊരു സേഫ് സോൺ എന്നുള്ള രീതിയിൽ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ട് ഇത് വരയ്ക്കാം.
അതിന് മുന്നേ ഇവിടുന്ന് 6.5 വന്നിട്ട് ഇതിന്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന്റെ പകുതി കൃത്യം പകുതി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇങ്ങനെ ആം ഹോൾ കർവ് വെക്കണം. ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലും ടച്ച് ചെയ്യണം, ഈ പോയിന്റിലും ഈ ആം ഹോൾ കർവ് ടച്ച് ചെയ്യണം. കണ്ടോ? പിന്നെ നമ്മൾ ഇവിടെ ഇത്രയും ഗ്യാപ്പ്, നമ്മൾ ഒരു 1/2 ഇഞ്ചോളം ഗ്യാപ്പ് ഇവിടെ ഇങ്ങനെ വിടുന്നുണ്ട്. ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ മാർക്കേണ്ടത് കേട്ടോ. ഇതൊക്കെ തുന്നൽക്കാരൻ എന്ന് പറയണ യൂട്യൂബ് ചാനൽ എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ ഏത് വീഡിയോ നോക്കിയാൽ സ്റ്റിച്ച് ചെയ്യണേന്ന്. ഞാൻ തുന്നൽക്കാരൻ ചേട്ടന്റെ വീഡിയോയും കാണാറുണ്ട്, പിന്നെ എനിക്ക് തോന്നണ എല്ലാവരുടെയും വീഡിയോ കാണാറുണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം നമ്മൾ എടുത്താൽ മതി. എല്ലാവരും ചെയ്യുന്ന അതുപോലെ തന്നെ ഒന്നും ചെയ്യേണ്ട. നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം അതിനകത്തുനിന്ന് പഠിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഇത് നമ്മൾ മാർക്ക് ചെയ്ത് ഇനി ഇതെങ്ങനെയാണ് ഇത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് അറിയാനായിട്ട് എൻ്റെ ആം ഹോൾ എന്ന് പറയുന്നത് 13 ഈ 13ന്റെ കൂടെ നമ്മൾ 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ, ലൈനിങ് വരുന്ന കേസിൽ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യും. അപ്പം 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നതിന് 13ന്റെ കൂടെ 13.5 അല്ലേ, പ്ലസ് 1 ഇഞ്ച് വരുമ്പോൾ 14.5. ഈ 14.5 ഡിവൈഡഡ് ബൈ 2 കൊടുക്കണം. 14.5 ഡിവൈഡഡ് ബൈ 2 എത്രയാ? 7.2.5 അങ്ങനെ എന്തെങ്കിലും വരും. 7.2 അങ്ങനെ എന്തെങ്കിലും വരും. 2.5 7.5 അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും വരുന്നത്. 14.5 ഡിവൈഡഡ് ബൈ 2 7.25 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ അത് ഉണ്ടോന്ന് നമ്മളിത് ഇവിടെ നോക്കണം, ചെക്ക് ചെയ്തതേ. അതെ, നമ്മൾ ഇവിടെ മുതലല്ലേ വരുന്നേ, ഇവിടെ മുതലാണ് നമ്മുടെ ആം ഹോൾ വരുന്നത്. അത് നമ്മൾ ഇങ്ങനെ 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 നോക്കുമ്പോൾ അതെ കറക്റ്റ് 7 വന്നിട്ടുണ്ട് ഇവിടെ. കണ്ടോ? ഇവിടെ അതായത് നമ്മുടെ ആക്ച്വൽ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന സ്ഥലത്തെ കാര്യമായിട്ടോ പറയുന്നേ. അപ്പോൾ അതെ ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പം എനിക്കിവിടെ 7 കിട്ടുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ വരുമ്പം 7 ആണ് എനിക്ക് വരുന്നത്. അപ്പം ഈ 7.25 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ 25 വരെയുള്ള ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഒരു 1/4 ഇഞ്ച് ഡിഫറൻസ് ഒക്കെ നമുക്ക് സഹിക്കാൻ പറ്റും. 1/2 ഇഞ്ച് ഡിഫറൻസ് മുതൽ നമ്മൾ ഡിഫറൻസ് വരുവാണെങ്കിൽ നമ്മളത് മാറ്റി മാർക്ക് ചെയ്യണം. അതായത് താഴത്തോട്ട് ഇറക്കണമെങ്കിൽ താഴത്തോട്ട് ഇറക്കി മാർക്ക് ചെയ്ത് നോക്കണം. ഇനി മേളിലോട്ട് കയറ്റേണ്ട കേസാണെങ്കിൽ ഇതിങ്ങനെ മേളിലോട്ട് കയറ്റി മാർക്ക് ചെയ്യണം. അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായോ? അതായത് ഇത് കണ്ടോ, നമുക്കിപ്പം 7.25 ആണ് എനിക്ക് വേണ്ടത്. അത് നമുക്ക് ഈ 25 നമുക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല. 25 നമുക്ക് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. കറക്റ്റായിട്ട് കിട്ടുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ ഇനി ഇൻ കേസ് ചില സാഹചര്യങ്ങൾ നമുക്കിപ്പോൾ 25 കിട്ടിയില്ല എങ്കിൽ പോലും നമുക്കത് സഹിക്കാൻ പറ്റും. കാരണം 7 വരെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. പക്ഷെ ഈ 25ന് പകരം 7.5 ആയിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യരുത്. 7.5 ആണ് നമുക്ക് വേണ്ടെങ്കിൽ നമ്മളിത് ഞാൻ കുറച്ചും കൂടെ ഇറക്കി അത് മാർക്ക് ചെയ്യണം. അതായത് ഇപ്പം ഈ 6.5 എന്നുള്ളത് ഇറക്കിയിട്ട് 7ലോട്ട് കൊണ്ടുവന്നിട്ട് ഇത് ഇങ്ങനെ മെഷർമെന്റ് എടുക്കണം. ഇങ്ങനെ മെഷർമെന്റ് എടുത്തിട്ട് നമ്മൾ ആം ഹോൾ കർവ് വെച്ചിട്ട് ഒന്നും കൂടി നമ്മുടെ മെഷർമെന്റ് മാറ്റി ഇത് ഇങ്ങനെ നോക്കണം. അപ്പം നമുക്ക് കിട്ടും. അപ്പം നമുക്ക് അത് കിട്ടുന്ന വരെ നമ്മൾ ട്രൈ ചെയ്യണം കേട്ടോ. എവിടെയാണോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്, ഇപ്പോൾ 7.5 ആണ് എനിക്ക് വേണ്ടതെങ്കിൽ നമ്മളിത് ഇതുപോലെ മാറ്റി മാർക്ക് ചെയ്ത് നോക്കണ്ടോ. അതെ ഇപ്പം നോക്കിക്കേ 7.5 എനിക്ക് കിട്ടി. അതായത് 7.5 ആണ് എൻ്റെ കറക്റ്റ് മെഷർമെന്റ് എങ്കിൽ ആ 7.5 എവിടെ വെച്ചിട്ടാണോ എനിക്ക് കിട്ടുന്നത് അവിടെ വരെ നമ്മൾ മാറ്റി മാർക്ക് ചെയ്ത് നോക്കണം. ഇപ്പം നമ്മൾ ഭയങ്കര ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും അതൊക്കെ ഡൗട്ടായിട്ട് നമുക്ക് വരുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും നമ്മുടെ ആം ഹോൾ എവിടെയാണെന്ന്. ഇപ്പം എനിക്കറിയാം എൻ്റെ ആം ഹോൾ 6.5 വരുമ്പം എനിക്ക് കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട് എനിക്ക് കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം നമ്മൾ ചെയ്ത് നമ്മളിതൊക്കെ പഠിക്കും കേട്ടോ. ബിഗിനർ ആകാൻ നേരത്താണ് നമുക്ക് ഇങ്ങനത്തെ കൺഫ്യൂഷനൊക്കെ വരുന്നത്. അപ്പം എൻ്റെ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 6.5ലാണ് ഇവിടെ വെച്ച് വരയ്ക്കാൻ നേരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആം റൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ സ്ലിറ്റ് മാർക്ക് ചെയ്യാവേ. ഓക്കെ, ഇനി നമുക്ക് 17.5 മാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടുന്ന് സ്ലിറ്റ് മാർക്ക് ചെയ്യാവേ. സ്ലിറ്റ് മാർക്ക് ചെയ്യുമ്പം ഇവിടുന്ന് കേട്ടോ ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് നമുക്ക് ഇതിന് പോകും. ഇതിന് ഷോൾഡർ ജോയിനിങ്ങിന് പോകുവേ. ഷോൾഡർ ജോയിനിങ്ങിൻ്റെ ഇത് മാറ്റി വെച്ചു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 17.5 ആണ് വരുന്നത്. അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 17.5 മാർക്ക് ചെയ്തതിന് ശേഷം എൻ്റെ സ്ലിറ്റ് വിഡ്ത്ത് 31 ആണ്. സ്ലിറ്റ് വിഡ്ത്ത് 31 ഡിവൈഡഡ് ബൈ 4 നോക്കാൻ നേരത്ത് 7.75 ആണ് വരുന്നത്. അപ്പോൾ
7.75 എന്ന് പറയുമ്പോൾ 7.25. 1/4 ഇഞ്ച് നമ്മൾ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 7.25ന്റെ കൂടെ 1/4 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് 8 ഇഞ്ച്. ആ 8 ഇഞ്ച് നമ്മളിത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കൃത്യം 1 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സ്ലിറ്റ് മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ 2 പോയിന്റ് ഉണ്ടല്ലോ, ഇതിന്റെ രണ്ടിന്റെ സെന്ററിലായിട്ടായിരിക്കും വേസ്റ്റ് വരുന്നത്. അതല്ല എങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 14 ഇഞ്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. 14 ഇഞ്ച് വരുന്ന ഇവിടെയാണ് നോർമലി എല്ലാവരും വേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ പക്ഷേ 14 ഇഞ്ചിലല്ല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിന്റെ രണ്ടിന്റെ സെന്ററിലായിട്ടായിരിക്കും, ഇവിടെ ആയിട്ടായിരിക്കും. എനിക്കൊരു 13.5, കാരണം ഞാൻ ചെറിയ ആളാണ്, അതുകൊണ്ട് മാത്രം. ഞാൻ കുറച്ചും കൂടെ കുറുകിയ ആളായത് കൊണ്ട് എനിക്ക് ഈ 14 എന്ന് പറയുന്നത് കുറച്ച് ദൂരെ കൂടുതലാണ്. എനിക്കൊരു 12.5 ആയിരിക്കും കറക്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിട്ട് ഞാനത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 26 ആണ്. 26 ഡിവൈഡഡ് ബൈ 4 നോക്കണം കേട്ടോ നിങ്ങൾ. 26 ഡിവൈഡഡ് ബൈ 4 വരുമ്പോൾ 6.5. ഞാൻ ഒരു 1/2 ഇഞ്ച് വയറിൻ്റെ അവിടെ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം എനിക്ക് കൊടവയറുണ്ട്. അതുകൊണ്ട് 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 7 ഇഞ്ച്. ഇതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് ഇവിടെ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ചെസ്റ്റിൻ്റെ അവിടെ. ആ മാർക്കിങ്ങിൽ നിന്നും ഇവിടെ നമ്മളിപ്പോൾ 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ജോയിൻ ചെയ്ത് ഈ സ്ലിറ്റിൻ്റെ ആ ഒരു വശത്തേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വീതി എന്ന് പറയുന്നത് എനിക്ക് വന്നേക്കുന്നത് 9 ഇഞ്ചാണ് ഇവിടെ എനിക്ക് ടോട്ടൽ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും 1 ഇഞ്ചാണ് എക്സ്ട്രാ. ഞാൻ എപ്പോഴും സ്ലിറ്റ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ എത്രയാണ് ടോട്ടൽ. അതായത് ഇവിടെ നമ്മൾ 8 ഇഞ്ചായിരുന്നു, എനിക്ക് സീം അലവൻസും കൂടെ കൂട്ടിയിട്ടാണ് 9 ഇഞ്ച് വന്നേക്കുന്നത്. ഈ 9 ഇഞ്ചിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ കൂടുതലായിരിക്കണം നമ്മൾ ഏറ്റവും താഴെ സ്ലിറ്റിൻ്റെ ഈ ഒരു പോർഷനിൽ മാർക്ക് ചെയ്യാനായിട്ട്. പക്ഷേ എനിക്കിതിന് ഞാനിവിടെ 1.5 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ലെങ്ത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ല ലെങ്ത്തിൽ എടുക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ 1 ഇഞ്ച് കൂട്ടിയാൽ പോരാ, 1.5 ഇഞ്ചെങ്കിലും കൂട്ടണം കേട്ടോ, നല്ല ലെങ്ത്ത് വരുമ്പോൾ. താഴത്തേക്ക് നല്ല നീളത്തിൽ കൊടുക്കാൻ നേരത്ത് അങ്ങനെ കൊടുത്തില്ല എങ്കിൽ ഇങ്ങനെ 2 കർട്ടൺ തുണി വന്ന് കിടക്കുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് വരും. അതായത് ഈ ഒരു സ്ലിറ്റിന്റെ പോർഷൻ കവർ ചെയ്യാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് 9 കിട്ടിയത്. ഇവിടെ നമ്മൾ 10.5 കേട്ടോ എനിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണി എന്ന് പറയുന്നത് 13.5 ഇഞ്ച് വീതിയുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് 13.5 ഇഞ്ച് വീതി എന്ന് പറയുമ്പോൾ നമുക്കൊരു ലാർജ് വരെയുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു തുണിയിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് എടുത്തന്നേ ഉള്ളൂ, എനിക്ക് 10.5 മതിയേ. അപ്പം അതെ 10.5 നമുക്ക് മാർക്ക് ചെയ്ത് വെച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ ഒന്ന് പിടിക്കാൻ നൈസ്. ഓക്കെ, നമ്മുടെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സമയമൊക്കെ പോകുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഒന്നും നമ്മൾ കട്ട് ചെയ്യരുത് കേട്ടോ. നമ്മൾ ഇവിടെ മുതലാണ് കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്ത് ഹോള് കട്ട് ചെയ്ത് നമ്മുടെ സ്ലിറ്റ് കട്ട് ചെയ്ത് ഇവിടെ കുറച്ച് അണ്ണീവനായിട്ടാണ് ഇരിക്കണം. അപ്പോൾ നമുക്കൊന്ന് സ്ട്രെയിറ്റ് കട്ട് ചെയ്യാം. ഫ്രണ്ടും ബാക്കും മാറ്റി വെക്കുവാണ്, കാരണം ഇനി ബാക്കിൽ കട്ടിങ്ങും പരിപാടിയൊന്നുമില്ല. ബാക്കിൻ്റെ പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഫ്രണ്ടിലാണ് കട്ട് ചെയ്യേണ്ടത്, കാരണം ബാക്കിൽ നമുക്ക് കഴുത്തൊന്നും കട്ട് ചെയ്യണ്ട കേട്ടോ. വീനൊക്കെ നമ്മൾ കോളറിൻ്റെ കഴിഞ്ഞു. ഇനിയിപ്പം ഇതിൽ ഫ്രണ്ടിൽ ഡിഫറൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആം ഹോളിൻ്റെ അവിടെ കണ്ട
അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈൻ വരച്ചു കൊടുക്കണം. 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി മറിക്കണം. കാരണം ഫ്രണ്ട് നെക്കിന് കുഴിച്ച് വെട്ടിയില്ല, എങ്കിൽ അവിടെ എക്സസ് പോർഷൻ ഉണ്ടാവും. അങ്ങനെ വെട്ടണ്ടേ ചേച്ചിന്ന് എന്നോട് 2-3 പേര്. അയ്യോ ദേ ഇവിടെ ആയിരുന്നു നമ്മുടെ അമ്മോൻ്റെ മാർക്കിങ്. സോപ്പ് 6.5 കേട്ടോ നമ്മുടെ മാർക്കിങ്. ഒന്നും തെറ്റിപ്പോയിരുന്നു. നേരത്തെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി 7 ഇറക്കി മാർക്ക് ചെയ്തു. അപ്പോൾ അതായത് നമ്മൾ 1/2 ഇഞ്ച് കയറ്റി വെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കുഴിച്ച് വെട്ടിയില്ല എങ്കിൽ ഇവിടെ കൂടുതലായിരിക്കും കേട്ടോ, എക്സസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇതെന്തോ ചെയ്യണം. ആം ഹോൾ കുഴിച്ചു വെട്ടുവാണ്. ഫ്രണ്ട് ആം ഹോളിൽ ഡിഫറൻസ് ഉണ്ട്, അത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. പിന്നെ ഇത് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ല, നെക്ക് കട്ട് ചെയ്യാൻ പോവാണ്. 3 ഇഞ്ചാണ് ഞാനിവിടെ വീതി കൊടുത്തേക്കുന്നത്. താഴത്തേക്ക് ഞാനൊരു 8 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 8 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് 1 ഇഞ്ച് വീതിയിൽ നമുക്കൊരു കോളർ വരും വീല്. അപ്പം നമുക്ക് 8 ഇഞ്ച് ഇറക്കത്തി മാർക്ക് ചെയ്യുമ്പോൾ എനിക്കത് 7 ഇഞ്ചായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. 1/2 ഇഞ്ച് വിട്ട് കൊടുക്കണം. കോളറിനൊക്കെ വരുന്നുണ്ട്. വി ഇവിടെ വന്നിട്ടാണ് എൻഡ് ചെയ്യണേ. എനിക്കിതൊക്കെ എത്രത്തോളം ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇച്ചിരി ഒച്ച പറയാൻ പറ്റുമോ? അപ്പം അതെ ഇവിടെ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ 3 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നതിലേക്ക് ഇതേപോലെ വി വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഡിഫറൻസ് എടുത്തിട്ടുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് 1/2 ഇഞ്ചിൽ നിന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തികേടാവും, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം നമുക്ക് കിട്ടത്തില്ല. നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇപ്പം നമ്മുടെ കട്ടിങ്, ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ തന്നെ ലൈനിങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവിന് നമ്മൾ ഈ ഡയറക്ഷൻ ശ്രദ്ധിക്കണം കേട്ടോ, പൂവ് നേരെ വരുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ ഒരു സ്ലീവാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. എനിക്ക് 9.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ മടക്കി അടിക്കാനുള്ളതെല്ലാം കൂടെ കൂടി ഒരു 11 ഇഞ്ച് ഞാൻ ഇടുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ കുറച്ച് അധികമൊക്കെ എടുത്ത് മടക്കി അടിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് 11 ഇഞ്ച് ഇട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്യുവാണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വീതി എന്ന് പറയുമ്പം നോർമൽ സ്ലീവ് വരുമ്പം നമ്മുടെ ചെസ്റ്റ് എത്രയാണ് ഞാൻ മാർക്ക് ചെയ്തത്? 8 ഇഞ്ചാണ് ഞാൻ എൻ്റെ ചെസ്റ്റ് കറക്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള ചെസ്റ്റ് മാർക്ക് ചെയ്തത്. നമ്മൾ മറ്റേ എക്സ്ട്രാ സീം അലവൻസ് ഒന്നും കൂട്ടാണ്ട്. അപ്പോൾ ആ 8 ഇഞ്ച് തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ സ്ലീവിനെ 8 ഇഞ്ച് എടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്ത്, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 4 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു 4.5 ഇഞ്ച് വരെയൊക്കെ എടുക്കുന്നതിൽ തെറ്റില്ല. 4.5 ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്നിട്ട് നിന്ന് കുഴിച്ചിങ്ങനെ വെട്ടാവേ. ഇങ്ങനെ ഇവിടെ ഒരു എസ് ഷേപ്പാണ് നമുക്ക് വരേണ്ടത്. ഒരു നൈസായിട്ടുള്ള എസ്. അതുകൊണ്ട് മറ്റേ ഇങ്ങനത്തെ എസ് നിങ്ങൾ കൊണ്ട് വരച്ചു വെക്കരുത്, അത് കൊള്ളുകയെല്ലാം ഉണ്ടാവും. ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു ഭംഗിയുള്ള എസ്. അത് പിന്നെ ഇവിടുത്തെ വീതി എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു എൻ്റെ അടുത്തത്? 8.5. അപ്പം എനിക്കിവിടെ ഇപ്പോൾ ഒരു 4.5 ആയിരിക്കും റൗണ്ട് വേണ്ടത്. 4.5 ഇട്ട് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഒരു സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാവേ. സ്ലീവൊക്കെ ഒന്നിച്ചിട്ട് തന്നെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ 2 തരത്തിലിരിക്കാം സ്ലീവ്. ഒരിക്കലും 2 കട്ട് ചെയ്യരുത്. ഇതിപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് മാത്രം, ഈ പൂവിൻ്റെ ഡയറക്ഷൻ വരുന്നൊരു പ്രശ്നം വരുന്നതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ 2 കട്ട് ചെയ്തതാണ്. ഞാൻ നേരത്തെ ടോപ്പ് കട്ട് ചെയ്തപ്പം പീസ് ഫ്രണ്ടിനും ബാക്കിനുമുള്ള പീസ് സെപ്പറേറ്റ് ഇട്ട് കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ ഈ തുണിയും 2 പീസ് ഇങ്ങനെ ഒന്നിച്ചെടുത്തതിന് ശേഷം ഒന്നിച്ചിട്ട് വേണം കേട്ടോ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. കളർ വെക്കാനായിട്ടുള്ള പീസ് തുണിയാണ് അത്. നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന ആ സമയത്ത് വേണം നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കണം. ആ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് നമുക്ക് അപ്പം കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ് തുടങ്ങാം. അതിന് മുമ്പ് ലൈനിങ്ങും കൂടെ കട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ലൈനിങ് ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്ന സ്ലീവിൽ ലൈനിങ് ആണ് കേട്ടോ ആദ്യം തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്.
ഇതുപോലെ ലൈനിങ് ഒന്ന് വെച്ച് അടിച്ച് മറിച്ചെടുത്താൽ മതി. ഇങ്ങനെയാണ് ഞാൻ ലൈനിങ് വെക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ലൈനിങ് വെക്കുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് അടിച്ചിട്ട് മറിച്ചെടുത്ത് നല്ല വശമാക്കിയതിന് ശേഷം അവിടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുവാണേ. നമ്മൾ സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോവാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് പോസ് ചെയ്തല്ല ഒന്ന് സ്ലോ ആയിട്ട് നോക്കാൻ നേരത്ത് കാര്യങ്ങൾ മനസ്സിലാവുകയെ. അപ്പോൾ അത് ആദ്യമേ തന്നെ നമ്മൾ സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ടോപ്പിന്റെ ലൈനിങ് മടക്കി അടിച്ചെടുക്കാം കേട്ടോ. താഴത്തെ ആ ഒരു പോർഷൻ ഇപ്പം തന്നെ മടക്കി അടിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും അത് ലൈനിങ് മടക്കി അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതിന് മടക്കി അടിച്ച് എടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ടോപ്പിന്റെ ബാക്ക് ഭാഗത്തിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ ഇതേപോലെ ആദ്യമേ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ലൈനിങ് ഇതേപോലെ എല്ലാ വശങ്ങളിലും ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ലൈനിങ് ആദ്യം അറ്റാച്ച് ചെയ്യണം, ബാക്കിലും ഫ്രണ്ടിലും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് നീറ്റായിട്ട് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്യാനായിട്ട്. നമ്മൾ നന്നായിട്ട് വിരിച്ചിങ്ങനെ ഇതുപോലെ ഇങ്ങനെ തൂത്ത് കൊടുക്കുന്ന കണ്ടോ, അതേപോലെ നല്ല നീറ്റായിട്ട് എടുത്തിട്ട് വേണം ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. ഇല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും. ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ രണ്ടും രണ്ടായിട്ടിരിക്കും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. രണ്ടും കറക്റ്റ് കൃത്യത്തിനെടുത്ത് നമ്മൾ ചുറ്റും അടിച്ചു കൊടുക്കണം. അങ്ങനെ ചുറ്റും അടിച്ചു കൊടുത്തതിന് ശേഷം ഈ എക്സസ് ആയിട്ട് നിൽക്കുന്ന പോർഷൻസ് എല്ലാം നമ്മൾ അപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റിയാക്കണേ, എന്നാലേ നല്ല വൃത്തിക്കിരിക്കുള്ളൂ. അപ്പോൾ അതായത് നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ടും ബാക്കും ഇതുപോലെ നല്ല വശവും കൂടി ചേർത്തെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതായത് നമുക്ക് ഇതുപോലെ തന്നെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഭയങ്കര എളുപ്പമുള്ള കുർത്തിയാണ് കേട്ടോ ഇത്. ഭയങ്കര പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പാറ്റേണും ആവും. എന്തെങ്കിലും ഒന്ന് ചെയ്ത പോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടും. എനിക്ക് ഇങ്ങനത്തെ കളർ കുർത്തിയൊന്നും ചേരത്തില്ല കേട്ടോ. ചേരാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനത്തെ പാറ്റേൺ ചെയ്തിടാവേ. അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഇനിയാണ് ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് നമുക്കൊരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണമെന്ന്. അപ്പോൾ ആ പീസ് എന്തോരം നീളത്തിൽ എടുക്കണമെന്നുള്ളതാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ കൃത്യം ആ ഒരു വിയും ആ ബാക്കിലെ പോർഷനും എല്ലാം ഇതുപോലെ ഒന്ന് അളന്നെടുക്കണം. അപ്പം സാധാരണ ഇങ്ങനെ നോർമൽ കോളറൊക്കെ വെക്കാൻ നേരത്തെ നമ്മൾ കൈവിടാണ്ട് അളന്നെടുക്കണം എന്നൊക്കെ ആട്ടോ പറയുന്നത്. ഇത് അതുപോലെ ഒന്നും കൈവിടാണ്ടൊന്നും അളന്നൊന്നും നോക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒരു ഓവറോൾ ഒരു റൗണ്ട് നമുക്കൊന്ന് കിട്ടണം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുന്ന കണ്ടോ, 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അത് നമുക്ക് എപ്പോഴാണ് ആ തയ്യൽ തുമ്പ് ആവശ്യം വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ നിങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾ 2 ഇഞ്ച് എക്സ്ട്രാ മസ്റ്റ് ആയിട്ടും എടുത്തിരിക്കണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എത്ര 25 ഞാൻ അളന്നെടുത്തേക്കണം. അപ്പൊ നമുക്ക് കൃത്യം 25 തന്നെ ഇങ്ങോട്ടേക്ക് അളന്നെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്ന വീതി എന്ന് പറയുന്നത് 1.25 ഇഞ്ചാണ്. 1.25 ഇഞ്ച് വീതിയിലാണ് ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതായത് 1/4 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. അപ്പൊ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് 1 ഇഞ്ച് കിട്ടും. 1 ഇഞ്ച് കൂടുതൽ വെക്കുന്നത് വൃത്തികേടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. 1 ഇഞ്ച് താഴെ വെച്ചാലും കുഴപ്പമില്ലെന്നുള്ള പക്ഷക്കാരിയാണ് ഞാൻ. പിന്നെ വെക്കാൻ നേരത്തെ 1 ഇഞ്ചെങ്കിലും വേണമല്ലോ എന്നോർത്ത് 1 ഇഞ്ച് വെക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മളത് 1.25 ഇഞ്ച് ഇതുപോലെ കൃത്യം മാർക്ക് ചെയ്ത് എല്ലാ സൈഡിലും എല്ലാ ഭാഗത്തും 1.25 തന്നെ മസ്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുക്കുവാണ്. ഒരൊറ്റ സൈഡിൽ ക്യാൻവാസ് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി 2 സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആകുമ്പം കൂടുതൽ നമ്മൾ പെർഫെക്ഷൻ ഒന്നും നോക്കാൻ നിൽക്കണ്ട. ചടപടയെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തെടുത്ത് അയൺ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കാര്യം സെറ്റ് ആവും. കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് നമ്മൾ ക്യാൻവാസ് വെച്ചതിന് ശേഷം ഞാൻ 2ആയിട്ട് മടക്കിയിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. അങ്ങനെ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, 2 പീസും കൂടെ ചേർത്ത്. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ഇവിടെയാണ് നമ്മുടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. കണ്ടോ, ഇതുപോലെ നമ്മൾ 2 സൈഡിലും കട്ടിട്ട് കൊടുക്കണവേ. ആ വി വന്ന് എൻഡ് ചെയ്യുന്ന പോർഷൻ കണ്ടോ, അവിടെ 2 വശത്തും ഇതേപോലെ കട്ടിട്ട് കൊടുക്കണം. അങ്ങനെ കട്ടിട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ വീനക്ക് നീറ്റായിട്ട് മര്യാദക്ക് ഇരിക്കത്തില്ലേ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ആ കട്ട് എവിടെയാണോ ഇട്ടത് അവിടെ വെച്ച് നമുക്കത് ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര എളുപ്പമാണെന്നേ. എളുപ്പമാണ്, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും. നമ്മൾ എന്തോ വലിയ പാറ്റേൺ കണ്ടുപിടിച്ച പോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടും. എനിക്കത് കിട്ടിയായിരുന്നു. നിങ്ങൾക്കത് കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മൾ അവിടം വരെ കൊണ്ടുവന്ന് അടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്ക് ഭാഗത്താണ് ഇനി അടിക്കാനുള്ളത്. നമുക്ക് സ്ട്രെയിറ്റ് നേരെ വെച്ച് അടിക്കണമെങ്കിൽ നേരെ വെച്ച് അടിക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾ നേരെ വെച്ച് അടിക്കണമെങ്കിൽ നേരെ വെച്ച് അടിച്ചു. അതേ കണ്ടോ, ഞാനത് നേരെയാക്കി കൊടുക്കുന്നുണ്ട് പതിയെ. അങ്ങനെ നമ്മൾ നേരെയാക്കി വെച്ച് കൊടുത്ത് അങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് ജസ്റ്റ് നമ്മളൊന്ന് സൂക്ഷിച്ചടിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല.
ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇതിനകത്ത്. അങ്ങ് വെച്ചങ്ങോട്ട് അടിക്കുക. പിന്നെ അടിക്കാൻ നേരം ഒന്ന് ശ്രദ്ധിക്കണം, അവിടെ എവിടെയും തുണിയൊന്നും കയറി പിടിക്കാണ്ട് കറക്റ്റായിട്ട് തന്നെയല്ലേ നമ്മൾ അടിക്കണേന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി കേട്ടോ. അതെ, ഇതുപോലെ കോളർ ചുറ്റിന് നമ്മൾ ഈ പീസ് അങ്ങോട്ട് വെച്ച് കൊടുക്കുവാണേ. നോർമലി കോളർ വെക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. നമ്മൾ കറക്റ്റ് മെഷർമെന്റ് എടുക്കണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം, അങ്ങനെയൊക്കെ ആകെപ്പാടെ പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് കോളറിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇതെനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയേ. അപ്പം നമ്മൾ അങ്ങനെ ചുറ്റിനും പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചുറ്റിനും പിടിപ്പിച്ചെടുത്തതിന് ശേഷം എക്സസ് ആയിട്ട് നമ്മൾ തയ്യൽ തുമ്പെന്നും പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിലും കുറച്ച് കയറ്റി ഇട്ട് കൊടുക്കണം, ബാക്കിലും നമുക്ക് കുറച്ച് തയ്യൽ തുമ്പ് വരുവേ. അപ്പം അത് അകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കാൻ നേരത്ത് സംഗതി സെറ്റായി. കണ്ടോ, നമ്മുടെ ആ ഒരു വീനൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടുത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് ഇരുത്തി അടിച്ചു കൊടുക്കണം. അതങ്ങോട്ട് ഉള്ളിലോട്ട് കടത്തിയിട്ട് കൊടുക്കണം. അതായത് ആ എക്സ്ട്രാ തയ്യൽ തുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുണ്ട്, അതങ്ങ് ഉള്ളിലേക്ക് കടത്തിയിട്ട് കൊടുത്തതിന് ശേഷം അവിടെ ഒന്ന് ഇരുത്തി അടിച്ചു കൊടുക്കണേ. അത് ചുറ്റും വേണമെന്നുള്ളവർ മാത്രം ചുറ്റിനും അടിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ അവിടെ മാത്രം ഒന്ന് ഇരുത്തി അടിച്ച് ക്ലോസ് ചെയ്താൽ മതി. അങ്ങനെ വേണമെന്നുള്ളവർ അങ്ങനെ ചെയ്യുക. ഇതിപ്പം നമ്മൾ ചുറ്റിനും ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്, ചുമ്മാ ഒരു സെക്യൂരിറ്റി, ചുമ്മാ അങ്ങോട്ട് അടിച്ചു കൊടുക്കുന്നത് അത്രേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല അതിന്. ഇനി നമുക്കിത് സ്ലീവ് വെച്ച് കൊടുക്കാവേ. സ്ലീവ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാവേ. സ്ലീവിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും ഇങ്ങനത്തെ ഒരു വെട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനിടക്കാണ് നമുക്ക് വെട്ടിട്ടാലോ എന്നൊരു ആലോചന വന്ന് ഞാൻ ഇടയ്ക്കൊരു വെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വിട്ടുപോയി, നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തതായതുകൊണ്ട്. അപ്പം നിങ്ങൾ അത് വേണമെന്നുള്ളവർക്ക് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അത് ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ഞാൻ കൈയും കൂടെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. കൈ പിടിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ കറക്റ്റായിട്ട് നമ്മൾ 4ആയിട്ട് മടക്കി, നമ്മൾ നേരത്തെ എങ്ങനെയാണോ എടുത്തത് അതുപോലെ തന്നെ 4ആയിട്ട് മടക്കി കൃത്യമായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ എല്ലായിടത്തും നമ്മുടെ അളവുകൾ വരച്ചു കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ചെസ്റ്റിൻ്റെ പോർഷനിൽ അളവ് വരച്ചു കൊടുക്കും, കറക്റ്റ് അളവ്. അതിനുശേഷം നമ്മൾ ആ ഒരു ഹിപ്പിൻ്റെ പോർഷനിലായിരിക്കും, അതായത് ആ സ്ലിറ്റ് വരത്തില്ലേ, സ്ലിറ്റിൻ്റെ പോർഷനിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സ്ലിറ്റിൻ്റെ ആ ഒരു അളവ് മാർക്ക് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മുടെ ആ വയറിൻ്റെ ഷേപ്പും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ കൃത്യം എല്ലായിടത്തും ഒരുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ സ്ലീവ് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ സ്ലീവും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കിങ്, അതായത് ഷെയ്പ്പ് ചെയ്യാനായിട്ടുള്ള മാർക്കിങ് എല്ലാം കംപ്ലീറ്റ് തീരും കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ അങ്ങോട്ട് വരച്ച് കൊടുക്കാം. ഇത് ഇങ്ങനെ അളന്നെടുത്തില്ല എങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള ഏതെങ്കിലും ഒരു ടോപ്പ് ഇതിൻ്റെ പൊക്കത്തേക്ക് എടുത്തിട്ട് അതുപോലെ അങ്ങോട്ട് മാർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അറിയാത്തവർക്ക് അങ്ങനെ ചെയ്താൽ മതിയേ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ ആ ഒരു ചോക്കിൻ്റെ വരയെ കൂടി നമുക്ക് ഇതുപോലെ അങ്ങോട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് അളവായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് സ്ലിറ്റിൻ്റെ പരിപാടി. സ്ലിറ്റ് ഇതുപോലെ നമ്മളൊന്ന് 2ആയിട്ട് മടക്കി കൊടുക്കുവാണേ. നമ്മൾ സ്ലിറ്റിന് വേണ്ടിയിട്ട് 1 ഇഞ്ചായിരുന്നു എടുത്തിരുന്നത്. അതൊക്കെ നമ്മൾ കട്ടിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എക്സ്ട്രാ എടുത്ത്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഒന്നും നമ്മൾ കട്ടൊന്നും ചെയ്ത് കളയണ്ട, അങ്ങ് മടക്കി അടിച്ചെടുത്തേച്ചാൽ മതി. കറക്റ്റായിട്ട് ഇതുപോലെ അങ്ങ് നീറ്റായിട്ട്. ഇപ്പോൾ ബിഗിനർ ആയിട്ടുള്ള പിള്ളേരാണെങ്കിൽ കോട്ടൺ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. കോട്ടൺ ആകുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെയാണ് കേട്ടോ സ്ലിറ്റ് അടിക്കുന്നത്. ആ ഒരു സ്ലിറ്റിൻ്റെ ആ ഒരു സ്ക്വയർ വരുമല്ലോ, ഒരു ഹാഫ് സ്ക്വയർ. അപ്പോൾ നമ്മൾ വേണ്ട ആ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് കുത്തി നിർത്തണം. കുത്തി നിർത്തിയതിന് ശേഷം ഇതുപോലെ നമ്മൾ അടിച്ച് പിന്നെ നമ്മൾ കുത്തി നിർത്തണം. കണ്ടോ, വേണ്ട സ്ഥലത്ത് പിന്നെയും കൊണ്ടുവന്ന് കുത്തി നിർത്തിയിട്ട് അതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങോട്ട് ആക്കിയെടുക്കണം. എന്നിട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡ് വരാൻ നേരത്ത് പിന്നെ ഇതുപോലെ തന്നെ മടക്കി അടിച്ചു കൊടുക്കണം. കണ്ടാ, ഭയങ്കര സിമ്പിളല്ലേ സ്ലിറ്റ് അടിക്കാൻ. സ്ലിറ്റ് അടിക്കാൻ ഭയങ്കര പാടാണെന്ന് ആൾക്കാരൊക്കെ പറയുന്ന കേൾക്കാം, പക്ഷെ ഭയങ്കര സിമ്പിളാട്ടോ സ്ലിറ്റ് അടിക്കാനായിട്ട്. നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഒന്ന് സ്ലിറ്റ് അടിച്ച് നോക്ക്, അപ്പോൾ മനസ്സിലാവും. ഈ ജോർജറ്റിലൊക്കെ ട്രൈ ചെയ്താലാണ് നമുക്ക് പാടായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ അടിയും കൂടെ ഒന്ന് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാൻറ് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പാൻറ് സ്റ്റിച്ച് ചെയ്തെടുത്താട്ടോ ഈ കാണുന്നത്. നല്ല പാൻറ്റല്ലേ ഇത് നേരത്തെ നമ്മൾ ഇതിൻ്റെ പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ സെയിം പാൻറ് തന്നെയാട്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.